എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം. വനേപി ദോഷ പ്രഭവന്തി രാഗിണാം ഗൃഹേപി പഞ്ചേന്ദ്രിയ നിഗ്രഹസ്തവ അകുൽസിതേ കർമ്മണി യഃ പ്രവർത്തതേ നിവൃത്തരാഗസ്യ ഗൃഹം തപോവനം. രാഗികൾക്ക് കാനനവാസമായാലും രാഗാദി ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലൗകികമായ ചിന്താഗതിയോടുകൂടി പോകുന്ന ആൾക്കാർക്ക് കാട്ടിൽ ചെന്നാലും ഒരു സ്വസ്ഥത ഉണ്ടാവില്ല എന്നർത്ഥം. ജിതേന്ദ്രിയന്മാർക്കാകട്ടെ സ്വന്തം ഗൃഹത്തിൽ താമസിച്ചുകൊണ്ട് തന്നെ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങളെ വേണ്ടതുപോലെ നിയന്ത്രിക്കുന്ന ഒരു ഗൃഹസ്ഥന് വീട്ടിലിരുന്നാലും അത് തപോവനമായിട്ട് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. പലപ്പോഴും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും നമുക്കുണ്ടാവുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു താപസാശ്രമം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം.